എനിക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ലേ? ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് ജെട്ടി സുധാകരൻ എന്നൊരു പേര് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കാണ്. ഞാൻ ജെട്ടിയെന്നേ പറഞ്ഞില്ല, കാരണം ഞാൻ ജെട്ടി ഇടാറുമില്ല. ഞാൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ എന്നെ അടിമുടി പിന്തുണച്ച ആളാണ്. ഒരുപാട് പറഞ്ഞു എൻ്റെ വാക്കുകൾ ശരിയാവുന്നില്ല. പൂജാരിമാരാണ്, ഞാൻ ഒരു പൂജാരി ആക്ഷേപിച്ചിട്ടില്ല. പൂജാരിമാർക്ക് എന്നോട് അങ്ങേറ്റം അവരുടെ ശമ്പളം കൂട്ടി കൊടുത്ത ഞാനാണ് ആദ്യമായിട്ട്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നവൻ ചത്തുപോകുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതാണ് ആരും ഉണ്ടാക്കാത്തത്. എന്നാ ഒന്ന് കാണട്ടെ എന്ന് ഞാൻ പിണറായി ചോദിച്ചു, എന്താ കാര്യം ചുമ്മാതാ ഇത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞു. അത് രൂപീകരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ദേവസ്വം ബോർഡ്. SNDPയുടെ കുറെ ക്ഷേത്രങ്ങൾ എടുക്കുമെന്ന് ആശങ്ക പോയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഉണ്ടായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ എടുക്കത്തില്ല. പുതുതായിട്ടൊന്നും വേണം, ഉള്ളത് തന്നെ 14,000 ഉണ്ട് അവിടെ. അന്നെല്ലാം പിന്തുണച്ചു. ഞാൻ ആകെ പറഞ്ഞ, ഞാൻ ഇന്ന് ഓർക്കുന്ന, ഇന്നും പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പഴി പറയുന്നവരൊന്നും പേര് പറയാൻ മടിക്കുന്ന ആൾക്കാർ. എന്താ മുസ്ലിങ്ങളുടെ ഈ എന്താ പറയുന്നത്, അവരുടെ പള്ളിയിലെ ഇമാം ആണല്ലോ, അവരാപാത ജൂഢമാണ് അവരുടെ വേഷം. ഇവിടെ കാലുപോലും കാണാൻ പറ്റില്ല. അവർ തലയിൽ പോലും ശിരോവസ്ത്രം പണിയും. അച്ഛന്മാരുടെ വീണ ലോഹയെ പറ്റുന്ന ലോഹ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ഈ അടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരെ തിരിഞ്ഞു നിന്നുള്ള പൂജ അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കണം പറഞ്ഞു. എനിക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ലേ? ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് ജെട്ടി സുധാകരൻ എന്നൊരു പേര് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കാണ്. ഞാൻ ജെട്ടിയെന്നേ പറഞ്ഞില്ല, കാരണം ഞാൻ ജെട്ടി ഇടാറുമില്ല. ഞാൻ അല്ലാതെയുള്ള അണ്ടർവെയറാണ് ഇടുന്നത്. ജെട്ടി ഇടുന്ന കുറെ കൂടെ സേഫ് ആയിരിക്കും ചില സമയത്ത്. ഞാൻ പറഞ്ഞത് അത് സ്വകാര്യമായ കാര്യമാണ്, അതിന്റെ പഴിയാണ്. അതുകൊണ്ട് പൂജാരിമാരെ അവഹേളിച്ചതല്ല, ആധുനിക കാലത്ത് പഴയ ഫ്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ്. അതാണ് അവിടെ ഇരുന്ന് ശബരിമലയിലെ ഈ വികസനം എല്ലാം കൊണ്ടുവന്നു. പൂജാരിമാർക്കെല്ലാം വലിയ സന്തോഷം, ശമ്പളം കൂട്ടി കൊടുത്തില്ലേ അവർക്ക്. ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു ക്ഷേത്രത്തിലെ ഒന്നാമത്തെ കഥാപാത്രം അവിടുത്തെ ഡേറ്റിയാണ്, അവിടുത്തെ വിഗ്രഹമാണ്. രണ്ടാമത്തെ അവിടുത്തെ പൂജാരിയാണ്. അങ്ങനെ ആരും അവരെ പറ്റി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പൂജാരിയാണ്, ഡേറ്റിയാണ് നമ്പർ 1. അപ്പോൾ ക്ഷേത്രങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുരാചാരങ്ങളെ എതിർക്കുകയും അല്ല, അവരങ്ങനെയല്ലേ. ശ്രീനാരായണ ഗുരുവിനെയൊക്കെ എതിർത്തതല്ലേ ദുരാചാരങ്ങളെ. അതുകൊണ്ട് ആചാരങ്ങളെ ഒന്നും എടുക്കും ദുരാചാരങ്ങൾ. ഈ കാര്യത്തിലെല്ലാം ശക്തമായ അഭിപ്രായം പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ നേടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വെളിയിലുള്ള ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പോലും അധികം ഇല്ലിങ്ങനെ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ ഒരു മഹത്തായ സംഭവമാണ്. ഞാനതിനെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം എല്ലാവരും തുറന്നു പറയണം. പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പാർട്ടി രഹസ്യങ്ങളൊന്നും ഒരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ 60 വർഷമായി പാർട്ടി മെമ്പറായിട്ട്. 14 വയസ്സുള്ള പാർട്ടി മെമ്പറായത്. ഒന്നായിരുന്ന പാർട്ടിയിലാണ് ആയത്. പാർട്ടി അങ്ങനെ 2 ആയി 64. ആ മെമ്പർഷിപ്പ് പോയി. കൊല്ലം SN കോളേജിൽ നിന്നാണ് 67 മെമ്പർഷിപ്പ് കിട്ടുന്നത്. അതിപ്പോഴാണ് സൂക്ഷിച്ചിരിക്കുക. അപ്പൊ പാർട്ടിയെ ബാധിക്കുന്ന രഹസ്യമൊന്നും ഞങ്ങളാരും പറയാറില്ല. എന്നാൽ പാർട്ടിയുടെ രീതികൾക്ക് വിപരീതമായി ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പാർട്ടിയുടെ പരിപാടിക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണെങ്കിൽ അതാണ് പറയുന്നത്. അപ്പൊ അവരുടെ വിചാരം ഞാൻ പാർട്ടിക്കെതിരായി പറയുന്നത് അല്ല, അവർക്ക് പാർട്ടിയെ പറ്റി അറിയാത്തത് കൊണ്ട് പാർട്ടിയെ പറ്റി പറയുന്നത് തെറ്റാണെന്ന് അവർ ധരിക്കുന്നതാണ്.